ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹ പാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഇന്ന് ദേവസ്വം ബോർഡിന് എല്ലാ അർത്ഥത്തിലും ഹൈക്കോടതിയിൽ തിരിച്ചടിയാണല്ലോ. അയ്യപ്പ സംഗമത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അതിൽ ആശങ്കയുണ്ടെന്ന് പരോക്ഷമായെങ്കിലും പറയുന്നു. മറുവശത്ത് ഈ അയ്യപ്പ ഭക്തരുടെ ആ ദിവസങ്ങളിലെ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടസ്സപ്പെടുത്തുന്നുവെന്ന ആരോപണം വരുന്നു. അതിനുശേഷം ഈ സ്വർണ്ണപ്പാളി ആരും അറിയാതെ ഇളക്കി മാറ്റിയത് എന്തിന് ഉടൻ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. വിവരങ്ങൾ കൃഷ്ണരാജ്, രണ്ട് സംഭവങ്ങളിലും അയ്യപ്പ സംഗമം നടത്തുന്ന വിഷയത്തിലുള്ള ഹർജികളിലും അതോടൊപ്പം തന്നെ ദ്വാരപാലകരുടെ സ്വർണ്ണ വിഗ്രഹപ്പാളി എടുത്തുകൊണ്ടുപോയ വിഷയത്തിലും ഹൈക്കോടതി നിശിതമായിട്ടുള്ള ഭാഷയിലാണ് ദേവസ്വം ബോർഡിനെ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലകരുടെ സ്വർണ്ണ വിഗ്രഹപ്പാളി ഇളക്കിക്കൊണ്ടുപോയ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എത്രയും വേഗം തിരികെ എത്തിക്കാനായിട്ടാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ നിർത്തിവെച്ച് എത്രയും വേഗം തിരികെ സന്നിധാനത്തേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുവരണം. അതുമാത്രവുമല്ല, മുൻകാല ഉത്തരവ് ലംഘിച്ചതിന് നടപടി എടുക്കാതിരിക്കാനായിട്ട് കാരണം കാണിക്കാൻ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കമ്മീഷണർ, അതോടൊപ്പം തന്നെ തിരുവാഭരണം കമ്മീഷണർ, ഈ പറയുന്ന സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റാളുകൾ, ഇവരോടൊക്കെ തന്നെ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും കൃത്യമായിട്ട് നടപടിയെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണം. ഈ കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ഉത്തരവുകൾ ഉണ്ടായിരിക്കുകയെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഹൈക്കോടതി പറഞ്ഞത്, ഈ ദ്വാരപാലകരുടെ സ്വർണ്ണ വിഗ്രഹപ്പാളി എടുത്തുകൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അറിയിച്ച മറുപടി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തന്ത്രിയുടെ അടക്കം അനുമതി തേടിയിരുന്നു എന്നുള്ളതായിരുന്നു ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. പക്ഷെ അതിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടക്കാല ഉത്തരവിൽ. അതായത് ബോർഡിന്റെ മറുപടി അതിൽ മതിപ്പില്ല എന്നാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രവുമല്ല, കൃത്യമായിട്ട് ഈ അറ്റകുറ്റപ്പണി സംബന്ധിച്ച എല്ലാ ഫയലുകളും 12-ാം തീയതി, അതായത് വരുന്ന വെള്ളിയാഴ്ച ഹാജരാക്കാനായിട്ടും നിലവിൽ ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ സംഭവത്തെ അനുചിതമെന്നുകൂടി ഹൈക്കോടതി വിശേഷിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് സ്പെഷ്യൽ കമ്മീഷണറുടെയോ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി തേടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം നിലയ്ക്ക് ദ്വാരപാലകരുടെ സ്വർണ്ണ വിഗ്രഹപ്പാളി ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് അനുചിതമെന്ന് ഹൈക്കോടതി വിലയിരുത്തിക്കൊണ്ടാണ് അത് എത്രയും വേഗം തിരികെ എത്തിക്കാനായിട്ടുള്ള ഇടക്കാല ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ മുൻകൂറായിട്ട് അനുമതി തേടണമെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതാണ്. ആ ഉത്തരവുകൾ മനഃപൂർവ്വം ലംഘിച്ചു എന്നുള്ള വിലയിരുത്തലും കണ്ടെത്തലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം കമ്മീഷണറും അതുകൂടാതെ തന്നെ മറ്റു ചിലരും ഈ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചുവെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ കണ്ടെത്തൽ. എന്തായാലും തിരുവാഭരണം കമ്മീഷണർ ഇക്കാര്യത്തിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത്ര കണ്ട് ഗൗരവത്തോടെയും പ്രസക്തിയോടുകൂടിയാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് തന്റെ അനുമതി കൂടാതെയാണ് ചെന്നൈയിലേക്ക് ഈ പറയുന്ന ദ്വാരപാലകരുടെ സ്വർണ്ണ വിഗ്രഹപ്പാളി ഇളക്കി കൊണ്ടുപോയിട്ടുള്ളത്. അറ്റകുറ്റപ്പണിക്ക് എന്നുള്ള പേരിലാണ് കൊണ്ടുപോയത്. ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയെ സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇത് എത്രയും വേഗം തിരികെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോകുന്ന വേളയിൽ അതിന്റെ തൂക്കം, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചോ, ഇക്കാര്യത്തിലും വിശദമായിട്ടുള്ള രേഖാമൂലം വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ ധരിപ്പിക്കണം. ഏതെങ്കിലും കേടുപാടുകൾ സംഭവിച്ചുവെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, ഇവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകളിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. സന്നിധാനത്ത് വെച്ച് തന്നെയായിരിക്കണം, അതായത് തിരുസന്നിധിയിൽ വെച്ച് തന്നെ ആയിരിക്കണം വിഗ്രഹങ്ങളുടെ ആണെങ്കിലും സ്വർണ്ണപ്പാളികളുടെ ആണെങ്കിലും അറ്റകുറ്റപ്പണി നടത്തേണ്ടത്. ഒപ്പം തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, ബന്ധപ്പെട്ട എല്ലാ
ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി, തന്ത്രിയുടെ മുൻകൂർ അനുമതി ഇതൊക്കെ തന്നെ നേടിക്കൊണ്ട് തന്നെയായിരിക്കണം ഈ പ്രവൃത്തി നടത്തേണ്ടതെന്നുള്ളതാണ്. പക്ഷേ ആ ഉത്തരവ് വലിയ രീതിയിൽ നഗ്നമായിട്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂർ ഈ നടപടി സ്വീകരിച്ചത് അത് തന്നെയാണ് ഹൈക്കോടതി കർശന നടപടി സ്വീകരിക്കാനായിട്ട് കാരണമായത്. എന്തായാലും വെള്ളിയാഴ്ച ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ സ്വർണ്ണ വിഗ്രഹപ്പാളി ചെന്നൈയിൽ നിന്നും ഇവിടേക്ക് എത്തിക്കണം. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിലാണ് ഈ പറയുന്ന സ്വർണ്ണ വിഗ്രഹപ്പാളി എടുത്തുകൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുന്നത്. അത് എത്രയും വേഗം നിർത്തിവെച്ചിട്ട് തിരികെ സന്നിധാനത്ത് എത്തിക്കാനായിട്ടാണ് ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്.